8-10 വർഷങ്ങൾക്ക് മുമ്പ് കക്കാടംപൊയിലിൽ 1 സെന്റ് ഭൂമിക്ക് 5000-വും 10,000-വും ഒക്കെ ആയിരുന്നു വില. എന്നാൽ ഇന്നത് 2 ലക്ഷവും അതിന് മുകളിലേക്കുമാണ്. അന്ന് ആ ഭൂമിയിൽ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചവന് ആ ഭൂമി നേടിക്കൊടുത്തത് 2 കോടിയും അതിന് മുകളിലേക്കുമാണ്. ടു ബി ഓണസ്റ്റ്, ഒരു കാലത്ത് ആർക്കും വേണ്ടാത്ത ഭൂമിയായിരുന്നു കക്കാടംപൊയിൽ. എന്നാൽ ഇന്ന് ആ ഒരു കുഞ്ഞു പ്രദേശത്ത് 500-ലധികം റിസോർട്ടുകളുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ ചരടുവലികൾക്ക് നേതൃത്വം കൊടുത്ത ശ്രീ PV അൻവറിനെ പോലെയുള്ള ആളുകളായിരുന്നു കക്കാടംപൊയിലിന്റെ ടൂറിസം സാധ്യതകളെ ആദ്യമായി മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ സജീവമായതോടുകൂടി ബിസിനസ്സിൽ ചില പിഴവുകൾ സംഭവിച്ചു. പക്ഷേ അദ്ദേഹം അന്ന് കക്കാടംപൊയിലിൽ ഇൻവെസ്റ്റ് ചെയ്യാനെടുത്ത തീരുമാനം കൊണ്ട്, ആ റിസ്ക് കൊണ്ട് ഒരുപാട് പേർക്ക് വലിയ സമ്പാദ്യം വന്നു, പുതിയ സാധ്യതകൾ തെളിഞ്ഞു, പുതിയ ജോലി സാധ്യതകൾ വന്നു. ഒരു ബിസിനസ്സുകാരനെ രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്നതിലും കൂടുതൽ വേണ്ടത് അവൻ ഫ്യൂച്ചറിസ്റ്റിക് ആവുക, ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉണ്ടാവുക എന്നതാണ്. അടുത്ത 5 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് ശേഷം ഈ നാട്, ഈ ഭൂമി, ഈ പ്രൊജക്ട് എങ്ങനെയായി തീരണമെന്ന ഉൾക്കാഴ്ചയുള്ളവന് 10 അല്ല, 100 അല്ല, 1000 അല്ല, 10,000 മടങ്ങ് വരെ റിട്ടേൺ ലഭിക്കും. ഇനിയും അത്തരം സാധ്യതകൾ നമ്മുടെ നാട്ടിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഏതായിരിക്കും അടുത്ത കക്കാടംപൊയിൽ?